നമസ്തേ. ഇന്നത്തെ ടോപ്പിക് കോംപ്രീഹെൻഷൻ ഇൻ ചിൽഡ്രൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു കോംപ്രീഹെൻഷൻ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വാട്ട് ഈസ് കോംപ്രീഹെൻഷൻ, എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് കോംപ്രീഹെൻഷൻ, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് ഏത് ഏരിയയിൽ കോംപ്രീഹെൻഷൻ ലാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നും സ്റ്റഡീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്രീഹെൻഷൻ ഏതാണെന്നും ഞാൻ ഈ ഒരു കോംപ്രീഹെൻഷൻ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ ലാംഗ്വേജ് ഏരിയയിൽ കുട്ടികളുടെ കോംപ്രീഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഈ സെക്കൻഡ് പാർട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഈ ചാനൽ മെയിനായിട്ടും കുട്ടികളുടെ പഠിത്തവും പഠിത്തത്തിൽ വരുന്ന തടസ്സങ്ങളും അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നും ഇതുകൂടാതെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ, ഫോർ എക്സാമ്പിൾ ലേണിംഗ് ഡിസബിലിറ്റി, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ADHD, ADD, ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ ഉള്ള ടോപ്പിക്സും ഞാൻ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ എൻ്റെ പേര് സീമ, ഞാനൊരു എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് കം റെമഡിയൽ ടീച്ചറാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് ഏരിയയിൽ കോംപ്രീഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഏരിയാസ് വേണം ഫോക്കസ് ചെയ്യേണ്ടത്. സോ ആസ് ദ നെയിം സജസ്റ്റ്, നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. സോ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഫ്രം ബർത്ത് ബിഗിൻ ചെയ്തു. സോ നമ്മൾ എങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിലാണ് കുട്ടി വളരുന്നത്, അതിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് അത് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മൾ ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ കുട്ടികളുമായിട്ട് ഒരുപാട് ഇൻറ്ററാക്റ്റ് ചെയ്യണം, എന്നാലേ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കത്തുള്ളൂ. സോ ഞാൻ കുറച്ച് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ 1 year ആകുമ്പോഴത്തേക്ക് ഒരു 2 to 3 വേർഡ്സ് കുട്ടികൾക്ക് പറയാൻ സാധിക്കണം. 2 years ആകുമ്പോഴത്തേക്ക് കോൺസെപ്റ്റ് ഓഫ് നോ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്വിച്ച് ബോർഡ് അങ്ങനെ കുട്ടി തൊടാൻ പോവുകയാണ്. സോ ദ മോമെൻറ്റ് വി സേ നോ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അത് മനസ്സിലാവണം, ഓക്കെ അത് തൊടാൻ പാടില്ലാത്തതാണെന്നും പറഞ്ഞ് കുട്ടികൾ തൊടാതിരിക്കണം. സോ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് നോ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇത് കൂടാതെ ഒരു 10 to 20 വേർഡ്സും അറിഞ്ഞിരിക്കണം. ഒരു 3 years ആകുമ്പോഴത്തേക്ക് ഒരു 450 വേർഡ്സ് കുട്ടികളുടെ വൊക്കാബുലറിയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഒരു 4 years ആകുമ്പോഴത്തേക്ക് ഒരു 4 to 5 വേർഡ്സ് യൂസ് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് അല്ലെങ്കിൽ സെൻറ്റൻസസ് കുട്ടികൾക്ക് പറയാൻ സാധിക്കണം. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് 2 പ്രോസസ്സിലാണ് നടക്കുന്നത്. ഒന്ന് എക്സ്പ്രസീവ് ലാംഗ്വേജും രണ്ടാമത്തത് റിസപ്റ്റീവ് ലാംഗ്വേജുമാണ്. എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യങ്ങൾ സെൻറ്റൻസസിൽ അല്ലെങ്കിൽ ഫ്രേസസിൽ പറയാൻ സാധിക്കണം. അവർക്ക് എന്ത് വേണമെന്ന് അവർക്ക് പറയാൻ സാധിക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ആണെങ്കിലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. അതിനെയാണ് നമ്മൾ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. റിസപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വേറൊരു ആൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ബേസിക്കലി കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട്. കോംപ്രിഹെൻഡ് എന്ന് പറയുന്നത് തന്നെ ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. സോ കുട്ടികൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കണം. സോ ഈ 2 ഏരിയാസും എക്സ്പ്രസീവ് ലാംഗ്വേജും റിസപ്റ്റീവ് ലാംഗ്വേജും ഈ 2 ഏരിയാസും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടതാണ്. സോ നമുക്ക് ഈ ഞാൻ പറഞ്ഞ മൈൽ സ്റ്റോണിൽ കുറച്ച് വേരിയേഷൻസ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷേ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒരുപാട് പിറകോട്ടാണെങ്കിലും നമ്മളൊരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിനെ കാണണം. SLP എന്ന് പറയും. ചില ആൾക്കാർ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നും പറയും. സോ അവരെ ഡെഫിനറ്റായിട്ടും അവരെ പോയി കാണണം. എന്നിട്ട് അവരൊരു അസസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് തരും. ബിക്കോസ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഒക്കെ കുട്ടിയുടെ ഡിലേ ആകുമ്പോഴത്തേക്ക് നമ്മളത് വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇല്ല ഇത് ശരിയാവും എന്നും പറഞ്ഞ് നമ്മൾ വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലേറ്റർ ഓൺ അത് സ്റ്റഡീസിനെയൊക്കെ
അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമ്മളെപ്പോഴും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ ഉണ്ടായിരിക്കണം. സോ നമ്മളിപ്പം പ്രോപ്പറായിട്ട് നമ്മൾ കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ ലേറ്റർ ഓൺ എങ്ങനെ അത് സ്റ്റഡീസിനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കിനി നോക്കാം. സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇനി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ എവിടെയൊക്കെ അഫക്റ്റ് ചെയ്യും. വൊക്കാബുലറി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഷി വാസ് ഇൻ 3rd സ്റ്റാൻഡേർഡ് ആൻഡ് ആ മോളൊരു സെൻറ്റൻസ് വായിച്ചിട്ട് ഞാൻ ആ മോളടുത്ത് ചോദിച്ചു ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന്. ആൻഡ് ആ കുട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ലായിരുന്നു. ഷി വാസ് നോട്ട് ഏബിൾ ടു ടെൽ ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്. ഷി വാസ് നോട്ട് ഏബിൾ ടു കോംപ്രിഹെൻഡ് ദ സെൻറ്റൻസ്. സോ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ സെൻറ്റൻസിലുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് ഞാൻ ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സെൻറ്റൻസിൽ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് ഉണ്ടായിരുന്നു. സോ ഞാൻ മോളടുത്ത് ചോദിച്ചു, മോളെ ഈ വിൻഡോ എന്ന് പറയുന്ന ഈ വേർഡ് ഈ റൂമിൽ എവിടെയെങ്കിലും മോള് കാണുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഷീ സെഡ് ഇല്ല, വിൻഡോ ഈ റൂമിലില്ല. ആക്ച്വലി വിൻഡോ റൂമിലുണ്ടായിരുന്നു. ജസ്റ്റ് ബിക്കോസ് ആ മോക്ക് ആ വിൻഡോ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഷി വാസ് ടെല്ലിങ് വിൻഡോ റൂമിലില്ല എന്ന്. സോ ദെൻ ലേറ്റർ ഓൺ ഞാൻ ആ വിൻഡോ എന്താണെന്ന് ഞാൻ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ദ മോമെൻറ്റ് ആ വിൻഡോ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് കിട്ടിയപ്പോഴത്തേക്ക് ഷി വാസ് ഏബിൾ ടു കോംപ്രിഹെൻഡ് ദ കംപ്ലീറ്റ് സെൻറ്റൻസ്. ആ കംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് ആ കുട്ടിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. സോ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുട്ടിയുടെ കോംപ്രിഹെൻഷൻ ലാക്ക് ചെയ്യണ മെയിൻ റീസൺ ഈസ് വൊക്കാബുലറി. ലാക്ക് ഓഫ് വൊക്കാബുലറി ആണ് കുട്ടിയുടെ കോംപ്രിഹെൻഷൻ ലാക്ക് ചെയ്യണ മെയിൻ റീസൺ. ബിക്കോസ് നമ്മൾ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, കുട്ടി 3rd സ്റ്റാൻഡേർഡിലാണ്. വിൻഡോ, ഡോർ, സീലിംഗ് എന്നൊക്കെ ഉള്ള വൊക്കാബുലറി ബൈ 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് ഒക്കെ മാക്സിമം കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഈ ഒരു വൊക്കാബുലറി ഏരിയ ആക്ച്വലി കുട്ടിയുടേത് ഏജ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ക്ലാസ് അപ്രോപ്രിയേറ്റ് അല്ല. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടി ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിക്കുമ്പോഴൊക്കെ കോംപ്രിഹെൻഷൻ ഏരിയ അത് എന്താണ് വായിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതേപോലെയാണ് നെക്സ്റ്റ് ഏരിയ. ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഏരിയയിൽ വരാനുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിലാണ്. സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഐ ആം ഗോയിങ് ടു സ്കൂൾ, ആ ഒരു സെൻറ്റൻസ് കുട്ടി വായിക്കുകയാണ്. ആൻഡ് ട്രസ്റ്റ് മീ, ഇത്രയും സിമ്പിളായിട്ടുള്ള, ഞാനിപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. പക്ഷേ ട്രസ്റ്റ് മീ, ഇത്രയും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് പോലും കോംപ്രിഹെൻഷൻ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. ഇതെൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. സോ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നുള്ളത് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നു. സോ ഐ ആം ഗോയിങ് വേണമെങ്കിലും ഐ ആം ഗോയിങ് ടു സ്കൂൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഈ ഗോയിങ് എന്ന് പറയുന്നത് ആക്ച്വലി വെർബാണ്. അപ്പോൾ ഇത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് ഈ വെർബ് ആക്ച്വലി ഏറ്റവും ലാസ്റ്റിലാണ് വരുന്നത്. സ്കൂളെന്ന് പറയുന്നത് നടുക്ക് വരും. അപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയണ ഞാൻ സ്കൂളിൽ പോകുന്നു, ആ രീതിയിലായിരിക്കും നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഐ ആം ഗോയിങ് ടു സ്കൂൾ ഇങ്ങനത്തെ ഈ ഇത്രയും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിൻ്റെ മീനിങ് പോലും കുട്ടികൾക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും അവരെങ്ങനെയെങ്കിലും അതിനെ കോംപ്രിഹെൻഡ് ചെയ്യും. തെറ്റായ രീതിയിൽ അവർ കോംപ്രിഹെൻഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പോകുന്നു സ്കൂളിൽ, അവർ ഈ വെർബിനെ തന്നെ അവർ നടുക്ക് തന്നെ ഇടും. പക്ഷെ അത് മലയാളത്തിലാവുമ്പോഴത്തേക്ക് ഞാൻ പോകുന്നു സ്കൂളിൽ എന്ന് പറയുന്നത് അത് മലയാളത്തിൽ അത്ര കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് അല്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസിൽ പോലും സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിൽ ഇഷ്യൂ വരാൻ പോസിബിലിറ്റി ഉണ്ട്. കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആകുമ്പോൾ
കുട്ടികൾ ഈ ഓരോ വേർഡ്സിനെയും ഇംഗ്ലീഷിലുള്ള ഓരോ വേർഡ്സിനെയും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ ആം ഈറ്റിംഗ് ഐസ്ക്രീം. ഇതിനെയും ഈറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി വെർബാണ്. അപ്പം ഇതിനെ നമ്മൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് നടുക്ക് വരും. ഞാൻ ഐസ്ക്രീം കഴിക്കുന്നു. ഈറ്റിംഗ് എന്നുള്ളത് ആ വെർബ് ലാസ്റ്റിൽ പോകും. പക്ഷേ കോംപ്രിഹെൻഷൻ ഇഷ്യൂ ഉള്ള കുട്ടികൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നു ഐസ്ക്രീം. സോ ഈ രീതിയിൽ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിലും ഡിഫിക്കൽട്ടീസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് കോംപ്രിഹെൻഷൻ കുട്ടികൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസ്സ് നോക്കണം. എങ്ങനെയാണ് കുട്ടികൾ കോംപ്രിഹെൻഷൻ ചെയ്യുന്നത്? അത് ഇംഗ്ലീഷിലുള്ള ഓരോ വേർഡ്സിനെയും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അത് ആ സെൻറ്റൻസ് വായിച്ചിട്ട് കുട്ടിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് മലയാളത്തിൽ പറയുകയാണ്. അത് നമ്മൾ ആ ഒരു പ്രോസസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് ഓരോ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ കുട്ടികൾ കോംപ്രിഹെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഹോൾ സെൻറ്റൻസ് എങ്ങനെ മനസ്സിലാക്കണം എന്ന് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. അതിന് ഫോക്കസ് ചെയ്യണം. എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ട് പിന്നെ കുട്ടികളെ കൊണ്ട് ഹോളായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ എൻകറേജ് ചെയ്യണം. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടൊരു തേർഡ് പാർട്ടുണ്ട്. ആ തേർഡ് പാർട്ടിൽ എങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസസിനെയൊക്കെ നമുക്ക് സെൻറ്റൻസ് ഏരിയാസിലൊക്കെ നമുക്ക് എങ്ങനെ കുട്ടികളുടെ കോംപ്രിഹെൻഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ടെക്നീക്സ് ആയിരിക്കും ഞാൻ കോംപ്രിഹെൻഷൻ്റെ തേർഡ് പാർട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. അതിൽ 1-2 ടെക്നീക്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണതാണ്. സോ എലോങ് വിത്ത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ കൂടെ കുറച്ച് ടൈം, ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ കുട്ടികളുടെ കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നല്ല രീതിയിൽ കോംപ്രിഹെൻഷൻ ഉണ്ടെങ്കിലും ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും അവർക്കൊരു ഇൻഡിപെൻഡൻറ്റ് ലേണർ ആവാനായിട്ടും ഒരു മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എഫേർട്ട്ലെസ് ആയിട്ട് അവർക്ക് സ്കൂളിലെ കരിക്കുലവും കണ്ടൻറ്റും ഒക്കെ പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കും. സോ ഈ സീരീസ് കോംപ്രിഹെൻഷൻ സീരീസിൻ്റെ തേർഡ് പാർട്ടിൽ കുട്ടികളുടെ കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നീക്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ലാംഗ്വേജ് കോംപ്രിഹെൻഷനിൽ ഏതൊക്കെ ഏരിയാസ്, ഫസ്റ്റ് ഓഫ് ഓൾ ലാംഗ്വേജ്, പിന്നെ വൊക്കാബുലറി, സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്, ഈ ഏരിയാസ് എല്ലാം നമ്മൾ കുട്ടികളുടെ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഏരിയാസ് എല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കുറച്ച് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നീക്സും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികളുടെ കോംപ്രിഹെൻഷൻ ഏരിയ ഒരുപാട് ഇംപ്രൂവ് ആവും. ഇത് കൂടാതെ കോംപ്രിഹെൻഷൻ പിറകോട്ട് വരാനുള്ള വേറെ റീസൺസ് ഉണ്ട്. ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷെ അതിൽ കുറച്ച് റീസൺസ് മെമ്മറി ആവാൻ പോസിബിലിറ്റി ഉണ്ട്, അറ്റൻഷൻ ഒരു റീസൺ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് കൂടാതെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതിൽ ആ ഏരിയാസും ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്നാലും കുട്ടിക്ക് ഒരു ചെറിയ ലോ IQ ഒക്കെ ആണെങ്കിലും കുട്ടികൾക്ക് കോംപ്രിഹെൻഷൻ ഡിഫിക്കൽട്ട് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഈ ഏരിയാസിലൊക്കെ കുട്ടികൾക്ക് കോംപ്രിഹെൻഷന് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും ഞാൻ നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യും, നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോണതാണ് നല്ലത്. പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോകണമെന്ന് വെച്ചാൽ റെമഡിയൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം. സോ അവർ ഇപ്പോൾ റെമഡിയൽ ടീച്ചേഴ്സ് ആണെങ്കിലും ഈ റെമഡിയൽ ട്യൂട്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അവർ ഈ ഏരിയാസിലൊക്കെ അവർ ട്രെയിൻഡ് ആയിരിക്കും. സോ ഡെഫിനറ്റായിട്ടും അവർ അസസ്മെൻറ്റ് ചെയ്തിട്ട് ഈ ഏരിയാസിൽ അവർ ഫോക്കസ് ചെയ്തിട്ട് കുട്ടികളുടെ കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ആൻഡ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്, നമ്മൾ റെമഡിയൽ ക്ലാസ്സസ് ഒക്കെ എത്രയും നേരത്തെ കൊടുക്കാൻ പറ്റുമോ, 1st to 5th സ്റ്റാൻഡേർഡ് ഈ ഒരു
ഈ ക്ലാസ്സസിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് റെമഡിയൽ ക്ലാസ്സസ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഏർലി ഇൻ്റർവെൻഷൻസ് ആണ് നമ്മൾ റെമഡിയൽ ക്ലാസ്സസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു പബ്ലിക് എക്സാം എത്തിക്കഴിയുമ്പോഴത്തേക്ക്, മീൻസ് കുട്ടി ഒരു 8th 9th ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്രയും നാൾ വേണ്ടിയിട്ട് ഡിലേ ചെയ്യാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുട്ടികളിൽ ചേഞ്ചസ് ഉണ്ടായാലും നമുക്ക് ആ ചേഞ്ചസ് അക്കാഡമിക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ പോസിബിൾ അല്ല. ബിക്കോസ് ഒരുപാട് ഗ്യാപ്പ് വരും. സോ നമ്മൾ ഇങ്ങനത്തെ റെമഡിയൽ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അറ്റൻഷൻ, മെമ്മറി, കൊഗ്നേറ്റീവ് പ്രോസസ്സ് എലോങ് വിത്ത് ദാറ്റ് റീഡിങ്, റൈറ്റിംഗ് എല്ലാ ഏരിയാസും അവർ ഫോക്കസ് ചെയ്യുന്നതാണ്. സ്കൂളിലെ കരിക്കുലം അല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് സ്കൂളിലെ കരിക്കുലം കുട്ടികൾക്ക് പഠിച്ചെടുക്കണമെങ്കിൽ ഈ ഏരിയാസ് എല്ലാം കുട്ടികളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. എന്നാലേ കുട്ടികൾക്ക് സ്കൂളിലെ കരിക്കുലം പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ മെയിനായിട്ടും എന്താണ്, മെമ്മറി, അറ്റൻഷനൊക്കെ ഉള്ള ഇഷ്യൂസ് ഉള്ള കുട്ടികൾ റെമഡിയൽ ക്ലാസ്സസിന് പോകണം. ഡെഫിനറ്റായിട്ടും അത് വളരെ നല്ലതാണ്. ചെറിയ ക്ലാസ്സസിൽ തന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ദാറ്റ് അവർക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടും ഒരു പഠിത്തം ഒരു ടാക്സിങ് ആയിട്ട് അവർക്ക് തോന്നാതെ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ ഐ ഹോപ്പ് ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന്. ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു കണ്ടന്റ് യൂസ്ഫുൾ ആയിട്ടുള്ള പേരൻസിനും ടീച്ചേഴ്സിനും ട്യൂഷൻ ടീച്ചേഴ്സിനും ഒക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. സോ ദാറ്റ് കൂടുതൽ കുട്ടികൾക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവും. ആൻഡ് വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ ശരിയായ ടെക്നീക്സും ശരിയായ മെത്തഡോളജി യൂസ് ചെയ്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ലേറ്റർ ഓൺ അവർക്ക് സ്റ്റഡീസ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കുട്ടികൾക്കും ടെൻഷൻ കുറഞ്ഞിരിക്കും, നിങ്ങൾക്കും ടെൻഷൻസ് കുറഞ്ഞിരിക്കും. സോ ഇതോടുകൂടി ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ 3rd പാർട്ടിൽ കോംപ്രിഹെൻഷൻ്റെ ടെക്നീക്സ് ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ടിൽ ദെൻ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ആൻഡ് ബൈ.